ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തേത് പ്രത്യേകിച്ച് ടൈറ്റിലൊന്നും ഇല്ലാത്തൊരു വ്ളോഗാണ്. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 ഇയർ കഴിഞ്ഞു. ഈ 1 ഇയറിൽ ഒരിക്കൽ പോലും ചിക്കു ഇല്ലാതെ എൻ്റെ വീട്ടിൽ ഞാൻ നിന്നിട്ടില്ല. അപ്പോൾ എൻ്റെ വീട്ടുകാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനില്ലാന്ന് ഈയിടെയായിട്ട് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ വീട്ടിലെല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ എല്ലാവർക്കും ലീവുള്ളപ്പോഴേ എനിക്ക് വീട്ടിൽ പോയി നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ ഓണം വെക്കേഷന് 3 ഡേയ്സ് വീട്ടിൽ നിൽക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. പ്രോപ്പറായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കുറച്ച് റാൻഡം വീഡിയോസാണ്. എങ്കിലും ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. മാരേജിന് മുന്നേ ഞാൻ ഹോസ്റ്റലിലായിരുന്നുകൊണ്ട് എനിക്കിങ്ങനെ കല്യാണം കഴിഞ്ഞ് പോയി എന്നുള്ളൊരു ഫീലൊന്നുമില്ല. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തുന്ന ഫീലേ ഉള്ളൂ. പിന്നെ റബേക്കയെക്കാട്ടിലും മോങ്കുട്ടനുമായിട്ട് ഞാൻ കുറച്ചുകൂടെ ക്ലോസ് ആണ്. കാരണം ഈ കോവിഡ് ടൈമിൽ മോങ്കുട്ടനും ഞാനും ഒരുപാട് ടൈം ഒന്നിച്ച് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ കല്യാണമൊക്കെ കഴിഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ആരെങ്കിലുമൊക്കെ കരയാറുണ്ടല്ലോ. എൻ്റെ കല്യാണത്തിന് ആകെ കരഞ്ഞത് മോങ്കുട്ടൻ മാത്രമായിരുന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവനെന്നെ എത്രമാത്രം ഇഷ്ടമാണെന്നുള്ള കാര്യം. അവിടെ വന്ന് കണ്ട പിന്നെ അവിടെ ഒരു ചെലന്തി ഉണ്ട്, നോക്ക്. കണ്ട ഇവിടെ നോക്ക്, ഇവിടെ കാണുന്നില്ലേ നിനക്ക്? നോക്ക്. ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ഈ പോർഷനൊക്കെ എനിക്ക് മോങ്കുട്ടനാണ് ഷൂട്ട് ചെയ്ത് തന്നത്. ഇവിടെ ക്യാമറ. ഇവർ രണ്ടുപേരും കൂടെ ഒരു ദിവസം ഒരു 3-4 തവണയെങ്കിലും കുളിക്കാറുണ്ട്. പിന്നെ ചെറുതിലെ എനിക്കൊന്ന് പിച്ച വെച്ച് തുടങ്ങിയ സമയത്ത് തന്നെ മോങ്കുട്ടനൊക്കെ മഴ നനയുമായിരുന്നു. അതുകൊണ്ടങ്ങനെ കുളിച്ചു എന്ന് പറഞ്ഞ ജലദോഷമൊന്നും വരാറില്ല. വല്ലപ്പോഴും വരുന്ന ജലദോഷം പനിയൊക്കെ തന്നെ ഉള്ളൂ. ഇവിടെ വീട്ടിലത്തേക്കുള്ള തടിപ്പണികളൊക്കെ ഇവിടെ വീട്ടിൽ വെച്ചാണ് നടക്കുന്നത്. അതിൻ്റെയാണ് ഇത്രയും പൊടിയൊക്കെ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നിന്നപ്പോൾ ചേച്ചി ഡ്യൂട്ടി കഴിഞ്ഞെത്തി. ഞങ്ങൾ പുതിയ വീട്ടിലോട്ട് വന്നു. നമ്മുടെ പണികളൊക്കെ നടക്കുന്നേ ഉള്ളൂ, പൂർത്തിയായിട്ടില്ല. പക്ഷെ പാലുകാച്ചൊക്കെ കഴിഞ്ഞു. ചേട്ടന് നേരത്തെ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് പണി പൂർത്തിയാവുന്നവരെ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ഡേ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. റാൻഡമായിട്ട് ഞാൻ എടുത്തു വെച്ച കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്ത് വ്ളോഗാക്കി ഇടുന്നേ ഉള്ളൂ. നൈറ്റ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ബലൂണിൽ വെള്ളം നിറച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞൊക്കെ കളിച്ചു. അങ്ങനെ ഡേ 1 കംപ്ലീറ്റായി.
അയ്യോ ഇതൊക്കെ കാണുന്നില്ലല്ലോ. വെൽക്കം ടു ഡേ 2. യൂഷ്വലി സ്കൂളില്ലാത്ത ദിവസങ്ങളിലെ മോർണിംഗ്സൊക്കെ ഇങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാറ്. രാവിലെ തന്നെ രണ്ടുപേരും കൂടെ കളിക്കാനിറങ്ങും. കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാറ്. ഇന്നും നാളെയൊക്കെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്നാണ് ഡ്യൂട്ടിക്ക് പോകുന്നത്. വീട്ടിൽ നിന്ന് പോകാൻ എനിക്ക് കുറച്ച് ദൂരമുണ്ട്, ബസ്സിലൊക്കെ പോകണം. പക്ഷേ ഡയറക്റ്റ് ബസ്സുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിക്കുന്നു. കുറേ നാളായി പിള്ളേരും ഞാനും ചേച്ചിയും മാത്രമായിട്ട് പുറത്തൊക്കെ പോയിട്ട്. അപ്പോൾ ഇന്ന് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അവരെന്നെ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യും. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ ബസ് സ്റ്റോപ്പിലോട്ട് തന്നെ വരും. അപ്പോൾ അവരവിടെ നിന്ന് തന്നെ പിക്ക് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. അമ്മയുടെ തല കാണാമോ? ഉറപ്പാ? മുഖം കാണാമോ? ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ചെടികളുണ്ട്. എവിടെ പോയാലും അമ്മ ഒരു ചെടിയുടെ കൊണ്ടെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അമ്മയുടെ കയ്യിൽ. പക്ഷേ പ്രോപ്പറായിട്ട് അതിനെ നോക്കാൻ ഇപ്പം അമ്മയ്ക്ക് പറ്റാറില്ല. കാരണം ജോലി കഴിഞ്ഞ് വരുമ്പോൾ മോങ്കുട്ടനും റബേക്കയും ഉണ്ടാവും. അപ്പോൾ മുന്നേ ചെടികൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിരുന്ന സമയമൊക്കെ ഇപ്പോൾ മോങ്കുട്ടൻ്റെയും റബേക്കയുടെയും കൂടെയാണ് സ്പെൻഡ് ചെയ്യാറ്. മമ്മി വഴക്ക് പറയും. ചേച്ചിക്ക് ഇന്നൊരു ഓഫ് ഡേ ആണ്. അങ്ങനെ ഞങ്ങൾ റെഡിയായി ഫുഡ് കഴിക്കാൻ പോകാനായിട്ട് ഇറങ്ങി. ആ പട്ടി ഞാൻ വണ്ടി വന്നാൽ പോയി. ഇത് ചിക്കുവിൻ്റെ കസിൻ നിശാന്തേട്ടൻ്റെ ബേക്കറിയാണ്. പൂങ്ങുമൂടുള്ള അനാമിക ബേക്കറി. ഇവിടുത്തെ എൻ്റെയും ചിക്കുവിൻ്റെയും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഷവർമയാണ്. കുറച്ച് ദിവസമായിട്ട് പിള്ളേരെ ഇവിടെ കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ട്. ആണ് സമയം കിട്ടിയത്. അല്ല ഇതെല്ലാം ഇവിടെയുണ്ട്. ഏത് ഇതാ റബേക്കയ്ക്ക് ഏത്? ഇത് വേണോ? ഏത്? ഇതാ. ഓക്കെ. ഇതില അത് വേണ്ടേ? പോയി കൊടുത്തിട്ടോ. ആ അങ്കിൾ
വാ വാ ഇറങ്ങി പോവാം. അത് വേണ്ടെങ്കിൽ കൊടുത്തോ, തിരിച്ചു കൊടുത്തോ, വേണ്ടെങ്കിൽ അത് വേണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തോ. ബൈ പറ, ടാറ്റ പറ. ഇറങ്ങി കുനിഞ്ഞു പോ. അത്രയും കുനിയണ്ട. ഇനീര് ഇച്ച വണ്ടി കയറി. അങ്ങനെ അവിടെ നിന്ന് നേരെ അവരെന്നെ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്തു. നൈറ്റ് ആയപ്പോൾ തിരിച്ചെന്നെ വിളിക്കാനും വന്നു. അടുത്ത ദിവസം എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു. അങ്ങനെ ഞാൻ നേരെ ഡ്യൂട്ടിക്കൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്തി. നൈറ്റ് എന്നെ ചുക്ക് വിളിക്കാൻ വന്നു. അങ്ങനെ 3 ദിവസം ഞാൻ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തു. നാളെ അവർക്ക് സ്കൂൾ റീ ഓപ്പണിംഗ് ആണ്. അപ്പോൾ നാളെ തൊട്ട് അവരും സ്കൂളിലൊക്കെ പോയി തുടങ്ങും. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടുകാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വീട്ടിലോട്ട് വെക്കോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്